ഗൾഫുകാർ ചിലരെങ്കിലും അവിടെ ഉണ്ടാകുമല്ലോ. ഞാൻ പറയട്ടെ, കെട്ടിയ ഭാര്യയെ ഗർഭിണിയാക്കി വിദേശത്ത് പോയാൽ പോരാ, നിരന്തരമായി അവരെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കണം. മാത്രമല്ല, ഗർഭകാലഘട്ടത്തിൽ നിങ്ങൾക്ക് നാട്ടിൽ വരാൻ കഴിയുമെങ്കിൽ നാട്ടിൽ വരണം. ഒരു ഭർത്താവ് സ്ത്രീയുടെ അടുത്തുണ്ടാകലാണ് ഒരു ഭർത്താവിന് ഏറ്റവും സമാധാനം, ഒരു ഭാര്യയ്ക്ക് ഏറ്റവും സമാധാനം ഉണ്ടാകുന്ന നിമിഷം. ആ കാര്യം ശ്രദ്ധിക്കണമേ എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ചില ആളുകൾക്ക് മക്കളുണ്ടായാൽ മക്കളെ കാണാനാണ് വരിക. അതിനേക്കാളും പ്രാധാന്യം കൊടുക്കേണ്ട ഒരു സമയമാണത്. ഗർഭകാലഘട്ടത്തിൽ ഭർത്താവ് കൂടെ ഉണ്ടാവുകയാണെങ്കിൽ കൂടെ ഉണ്ടാകാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. മഹാനാമഹദി ആമിന ബീവി റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിനെ ഗർഭം ധരിച്ചു. പക്ഷെ അവിടെ സമാധാനിപ്പിക്കാൻ ഭർത്താവില്ല, അബ്ദുള്ള ഇല്ല. റബ്ബിന്റെ ഭാഗത്ത് നിന്ന് സമാധാനം വന്നു. നോക്കൂ നിങ്ങൾ, മഹദി ആമിന ബീവി റളിയല്ലാഹു അൻഹ 1-ാം മാസത്തിൽ സ്വപ്നം കാണുകയാണ്. ആരെ? മഹാനായ ആദം അലൈഹിസ്സലാമിനെ. ആദം നബി അലൈഹിസ്സലാം വന്നുകൊണ്ട് ആമിന ബീവിയെ സമാധാനിപ്പിക്കുകയാണ്. ഗർഭിണിയായ ആമിന ബീവിയെ സ്വപ്നത്തിലൂടെ സമാധാനിപ്പിക്കുകയാണ്. കാരണം സമാധാനിപ്പിക്കാറുണ്ടായിരുന്ന അബ്ദുള്ള ലോകത്തോട് വിട പറഞ്ഞു പോയി. 2-ാം മാസമായ പാരാ സ്വപ്നത്തിലൂടെ കടന്നു വരുന്നത് മഹാനായ ഇദ്രീസ് അലൈഹിസ്സലാമാണ്. നമ്മൾ ഓതുന്ന മൗലിദ് കിതാബിൽ എന്തല്ലോ, ഇതൊക്കെയാണ് മൗലിദ് കിതാബിൽ പറയുന്നത്. ഖുറാഫാത്തല്ല, ഖുറാഫാത്തല്ല എന്റെ സഹോദര. 2-ാം മാസം ഇദ്രീസ് അലൈഹിസ്സലാം, 3-ാം മാസമായപ്പോ നൂഹ് അലൈഹിസ്സലാം, 4-ാം മാസമായപ്പോ ഇബ്രാഹിം അലൈഹിസ്സലാം, 5-ാം മാസമായപ്പോ ഇസ്മായിൽ അലൈഹിസ്സലാം, 6-ാം മാസമായപ്പോ മൂസ അലൈഹിസ്സലാം, 7-ാം മാസത്തിൽ ദാവൂദ് അലൈഹിസ്സലാം, 8-ാം മാസം സുലൈമാൻ അലൈഹിസ്സലാം, 9-ാം മാസം മഹാനായ ഈസാ അലൈഹിസ്സലാം. ഇവരൊക്കെ ഓരോ മാസത്തിലും വന്നുകൊണ്ട് ആമിന ബീവിയെ സമാധാനിപ്പിക്കുകയായിരുന്നു. അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു ഗുണപാഠം, ഗർഭിണിയായ മകളെ അല്ലെങ്കിൽ ഭാര്യയെ എപ്പോഴും സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കണമെന്നാണ്. അവൾക്ക് ടെൻഷൻ ഉണ്ടാകുന്നൊരവസ്ഥയും ഉണ്ടാകരുത്. എന്നാലോ ഇന്ന് ചില മനുഷ്യന്മാര് ടെൻഷൻ പൈസ കൊടുത്ത് വാങ്ങുകയാണ്. എന്താ? ടിവിയുടെ മുമ്പിലിരിക്കും. ട്രാജഡി ആൻഡ് കോമഡി, 2 രീതിയിലാണ് സീരിയലുകളൊക്കെ ഉണ്ടാവും. ട്രാജഡി, കോമഡി. ട്രാജഡി എന്ന് പറഞ്ഞാൽ അന്ത്യം ഭീകരമാണ്, കോമഡി എന്ന് പറഞ്ഞാൽ അന്ത്യം സുഖകരമാണ്, ശുഭപര്യവസാനിയാണ്. എന്നിട്ട് ഇതിങ്ങനെ കാണുകയാണ്. ട്രാജഡി, അതിന്റെ അവസാനം ഭീകരമായ രംഗമാണ്. അതുകണ്ട് ആകെ ടെൻഷനാകുന്ന സഹോദരി, നിന്റെ ഗർഭത്തിന് പോലും അത് പ്രയാസമാകും, നിന്റെ പ്രസവം ബുദ്ധിമുട്ടാകും. കാരണം എന്താ? നീ പേടിക്കുമ്പോ, നിന്റെ ശരീരത്തിന് വിഭ്രാന്തി വരുമ്പോ നിന്റെ ആന്തരികമായ അവയവങ്ങൾ ക്ഷീണിച്ചു പോകും. അതാണ് പേടിക്കുന്നയാൾ ക്ഷീണിച്ചു പോകുന്നത്. ഞാനൊന്നും വെറുതെ പറയില്ല, പൊട്ടപ്പോയതും പറയില്ല. ഞാൻ തിരിയാത്ത മരമണ്ടൂസനല്ല, ഞാൻ പഠിച്ചു പറയുകയാണ്. ഞാനിത് പറഞ്ഞാൽ ഒരു പക്ഷേ 21-ാം നൂറ്റാണ്ടിലെ നമ്പർ 1 വിഡ്ഢിയായേക്കാം. പക്ഷേ ഞാനത് പറയുകയാണ്, തറപ്പിച്ചു പറയുകയാണ് ഞാൻ. അങ്ങനെ ട്രാജഡി, അന്ത്യം വളരെ ഭീകരമായ അവസ്ഥകളുള്ള രംഗങ്ങൾ കാണുമ്പോ ശരീരത്തിന്റെ ആന്തരിക അവയവങ്ങൾ ക്ഷണിച്ചു പോകും. നീ സുഖപ്രസവം ആഗ്രഹിക്കുന്നില്ലേ? നിനക്ക് സുഖപ്രസവം നൽകേണ്ട ആന്തരിക അവയവങ്ങൾ ക്ഷീണിച്ചു പോയാൽ പിന്നെ നിന്റെ പ്രസവം പ്രയാസകരമാകും. അതുകൊണ്ട് ശ്രദ്ധിക്കണം. ഇസ്ലാമിന്റെ അധ്യാപനമാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ ഹബീബിന്റെ അധ്യാപനങ്ങൾ ജീവിതത്തിൽ പകർത്താൻ തൗഫീഖ് നൽകുമാറാകട്ടെ. മഹാനായ അതേപോലെ ശാസ്ത്രം പറയുന്ന മറ്റൊരു കാര്യം, ഗർഭിണിയായാൽ ആദ്യത്തെ 3 മാസം ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെയോ പിന്നെ അവൾ ജോലി ചെയ്തുകൊണ്ടേയിരിക്കണം. എക്സസൈസുകൾ വേണമെന്നാണ്. ഏത് എക്സസൈസ്? പണ്ടൊക്കെ ചെറുപ്പത്തിലൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ഇപ്പൊ ഒന്നും പലയില്ല, പലയിരുന്ന മനസ്സിലാവില്ല. നിങ്ങൾക്ക് മനസ്സിലാവുമെന്നറിയില്ല. പലകയില്ലേ നിലത്തിരിക്കണ, ഭക്ഷണം കഴിക്കാതിരിക്കണ നിലത്തല്ലേ അല്ലേ? അതിനെന്തെങ്കിലും പറയല്? ഇരിക്കണ പലയിലിരിക്കും. ആ പലയിലിരിക്കുന്ന ഇരുത്തമാണ് സുഖപ്രസവം ആഗ്രഹിക്കുന്ന സ്ത്രീക്ക് നല്ലത് എന്ന വൈദ്യശാസ്ത്രം. അത് പ്രസവം എളുപ്പാക്കുന്ന. അല്ലാതെയുള്ള ഈ കസേരയിലൊക്കെയുള്ള ദീർഘമായ ഇരുത്തം സ്ത്രീകളുടെ പ്രസവത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കും. നിസ്കാരത്തിലെ സുജൂദ് പ്രസവം എളുപ്പമാകാൻ ഏറ്റവും നല്ല എക്സസൈസാണ്. എന്നാലോ ഡോക്ടർമാരുടെ അടുത്ത് പോയിട്ട് ഡോക്ടർമാരെ പറയും കുറച്ചൊക്കെ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കുക നിസ്കാരത്തിന്റെ കാര്യമാണ്. നിസ്കാരം പിന്നെ ഉണ്ടാവില്ല.
നിസ്കാരമുണ്ടാവുകയില്ല. സഹോദരി, നിന്റെ മേൽ റബ്ബിന്റെ ലഅനത്തുണ്ടാകും. ആ ലഅനത്ത് ഗർഭസ്ഥ ശിശുവിനെ ബാധിക്കും. കുട്ടി നന്നാവുകയില്ല. വളരെ പ്രധാനമാണിതൊക്കെ. ഞാൻ ഊന്നി പറയാൻ കാരണം ഇതൊക്കെ ശ്രദ്ധിക്കുവാനാണ്. നിസ്കാരം നല്ല എക്സസൈസ് ആണ്. 3 മാസം കഴിഞ്ഞാൽ പിന്നെ 5-6 മാസം കഴിഞ്ഞാൽ പിന്നെ നല്ലപോലെ നടക്കുകയും അതേപോലെ വീട്ടു ജോലിയൊക്കെ ചെയ്യുന്നത് പ്രസവം എളുപ്പമാകാൻ നന്നാവും. ആ കൂട്ടത്തിൽപ്പെട്ടതാണ് നിസ്കാരം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൂട്ടത്തിൽ ഗർഭിണികൾ ഉണ്ടെങ്കിൽ അല്ലാഹു അവർക്ക് സുഖപ്രസവം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.